നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ ആണവാക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇസ്രയേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. ഇക്കാര്യം പാകിസ്ഥാൻ തങ്ങളെ അറിയിച്ചിട്ടുള്ളതായി ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഇതുവരെ പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല. ഇതിനിടെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം പശ്ചിമേഷ്യയിൽ അശാന്തി വിതച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ആണവ മിസൈലുകൾ പ്രയോഗിച്ചാൽ തങ്ങളും ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്നാണ് പാകിസ്ഥാൻ തങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ സീനിയർ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ജനറലും ഇറാനിയൻ ദേശീയ സുരക്ഷാ കൌൺസിൽ അംഗവുമായ മൊഹ്സിൻ റസായിയാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇസ്രയേലിനെതിരെ മുസ്ലിം ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് പാകിസ്ഥാൻ ഇറാന്റെ പിന്നിൽ നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ഒന്നിക്കണമെന്നും അല്ലെങ്കിൽ ഇറാനും ഫലസ്തീനും യമനും നേരിടുന്ന അതേ വിധി അവർക്കും നേരിടേണ്ടി വരുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ദേശീയ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ബന്ധം വിച്ഛേദിക്കണമെന്നും ജൂതരാഷ്ട്രത്തിനെതിരെ സംയുക്ത തന്ത്രം രൂപവൽക്കരിക്കുന്നതിന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷന്റെ യോഗം വിളിക്കണമെന്നും ആസിഫ് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ ആക്രമണങ്ങൾക്കിടയിൽ ഇറാന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് നേരത്തെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രതിസന്ധിയിൽ അസാധ്യമായ എല്ലാ വഴികളും പാകിസ്ഥാൻ ഇറാനോടൊപ്പം നിൽക്കുമെന്നും ഇറാന്റെ താൽപര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറയുന്നു. പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലിയിലായിരുന്നു ഖ്വാജ മുഹമ്മദ് ആസിഫ് ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന മുസ്ലിം രാജ്യങ്ങൾ ഉടൻ ബന്ധം വിച്ഛേദിക്കണം. ഇസ്രയേലിനെതിരെ മുസ്ലിം ഐക്യം വേണമെന്നും പ്രതിരോധ മന്ത്രി പറയുന്നു. ഇറാൻ, യമൻ, ഫലസ്തീൻ എന്നീ രാജ്യങ്ങളെയാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മുസ്ലിം രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഒന്നിച്ചില്ലെങ്കിൽ ഓരോന്നിനും ഒരേ വിധി നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാനുമായി പാകിസ്ഥാന് ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഈ പ്രതിസന്ധിയിൽ ഇസ്ലാമാബാദ് ടെഹ്റാനൊപ്പം നിലകൊള്ളും. ഇറാനികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. സാധ്യമായ എല്ലാ വഴികളും ഞങ്ങൾ ഇറാനോടൊപ്പം നിൽക്കും. അവരുടെ വേദനയും കഷ്ടപ്പാടും ഞങ്ങളുടെ പൊതുവായ വേദനയാണ്. അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ അന്താരാഷ്ട്ര വേദികളിലും ഇറാനെ പിന്തുണയ്ക്കുമെന്നും പ്രതിരോധ മന്ത്രി പറയുന്നു. അതേസമയം ഇസ്രയേൽ ആക്രമണം ഇറാന്റെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി വിദേശകാര്യ മന്ത്രിയുമായ ഇഷാദ് ധാർ പറഞ്ഞു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കുന്നതിനായി ഇറാൻ സർക്കാരിനും ജനങ്ങൾക്കും പാകിസ്ഥാൻ ശക്തമായി പിന്തുണ പ്രഖ്യാപിക്കുന്നതായും ഇഷാദ് ധാർ വ്യക്തമാക്കി. ICAN പ്രകാരം നിലവിൽ ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്ന 9 രാജ്യങ്ങളിൽ ഇസ്രയേലും പാകിസ്ഥാനും ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ ഇറാന് പിന്നിൽ നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും മുസ്ലിം ലോകം ഒന്നിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ടെഹ്റാന്റെ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും റസ പറയുന്നുണ്ട്. ഇസ്രയേലിനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. എന്നാൽ പാശ്ചാത്യ ലോകത്തിന്റെ പിന്തുണയുള്ള ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഇറാനെ പിന്തുണച്ചിട്ടുമുണ്ട്. ഇസ്രയേലിനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. എന്നാൽ പാശ്ചാത്യ ലോകത്തിന്റെ പിന്തുണയുള്ള ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഇറാനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അത്തരം ഉറപ്പുകൾ സത്യമാണെങ്കിൽ പോലും ടെഹ്റാനെതിരായ സൈനിക ഇടപെടൽ വിസമ്മതിക്കുന്ന US ഉൾപ്പെടെ ഭൂഖണ്ഡത്തിൽ ഉടനീളമുള്ള ഒന്നിലധികം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭൗമ രാഷ്ട്രീയ സംഘർഷത്തിൽ സൈനിക പിന്തുണയല്ല നയതന്ത്ര പിന്തുണയാണ് പ്രതിഫലിക്കുന്നതെന്നാണ് തോന്നുന്നത്. റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരങ്ങളിൽ ഒന്നായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലെ 2 യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്കിടയിൽ ഒരു കരാർ ഉണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതിനിടെ ഇസ്രയേലിൽ ഇറാൻ ആക്രമണം ഘടിപ്പിക്കുന്നതിനിടെ ടെഹ്റാൻ പ്രവിശ്യയിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ 2 അംഗങ്ങൾ കൂടി പിടിയിലായിട്ടുണ്ട്. 200 കിലോഗ്രാമിലേറെ സ്ഫോടക വസ്തുക്കളും 23 ഡ്രോണുകളും ലോഞ്ചറുകളും ഇവർ നിന്ന് പിടികൂടി. ഒരു നിസാർ പിക്കപ്പ് ട്രക്കും പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പോലീസ് വക്താവ് അറിയിച്ചു. മൊസാദ് ഇറാൻ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നു. ജൂൺ 13-ന് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ മൊസാദിന് പങ്കുണ്ടായിരുന്നു. ഇറാനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കെട്ടിടങ്ങളും മറ്റു ചെറിയ ഡ്രോണുകളും അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തകർത്തിരുന്നു. കഴിഞ്ഞ ദിവസം 2 പേരെ കൂടി പിടികൂടിയതാണ്. സാമൂജ് ബാലാഗ് കൗണ്ടിയിലെ ആൽബോർഡ് പ്രവിശ്യയിൽ നിന്നാണ് ഈ 2 പേരെയും പിടികൂടിയത്. ഇസ്രയേലിനെതിരെ ഇറാൻ ആക്രമണം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് 2 ഇറാനിൽ നിന്ന് ഇസ്രയേൽ ചാര സംഘടനയുടെ അംഗങ്ങളെ പിടികൂടിയത്. ടെൽ അവീവിലും ജെറൂസലേമിലും ഹൈഫയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട് ഇറാൻ. അതേസമയം ഇറാനിൽ ഇതുവരെ 224 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായും സൂചനയുണ്ട്. ഇസ്രയേലിൽ 10-ൽ കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണം രൂക്ഷമായതോടെ ജീവൻ ഭയന്ന് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിയുകയാണ്. രാത്രി മുഴുവൻ സ്ഫോടന ശബ്ദമാണെന്നും ആക്രമണം തുടങ്ങിയതിനു ശേഷം ഉറങ്ങിയിട്ടില്ലെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ പറയുന്നു. എത്രയും വേഗം തങ്ങളെ ഒഴിപ്പിക്കുവാൻ നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അധികൃതർക്ക് ബെഹെഷ്ടി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ കത്തയച്ചു. 350 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഈ സർവകലാശാലയിൽ മാത്രം പഠിക്കുന്നത്. ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതു മുതൽ താമസ സ്ഥലത്തെ ബേസ്മെന്റിലാണ് താമസമെന്ന് ബെഹെഷ്ടി സർവകലാശാലയിലെ 3-ാം വർഷ MBBS വിദ്യാർത്ഥി ജമ്മുകശ്മീരിലെ ഹന്ദ്വാര സ്വദേശിയുമായ ഇംസിസാൽ മുഹമ്മദീൻ പറയുന്നു.
കഴിഞ്ഞ 3 ദിവസമായി രാത്രികളിൽ കടുത്ത സ്ഫോടന ശബ്ദം കേൾക്കാം. 5 കിലോമീറ്റർ അകലെ മാത്രമാണ് ഇതിൽ പലതും എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രികളിൽ ഉറങ്ങുവാൻ പോലും സാധിക്കില്ലെന്നും ഇംതിസാൽ പറയുന്നു. ബോംബാക്രമണ സാധ്യത കണക്കിലെടുത്ത് യൂണിവേഴ്സിറ്റി ക്ലാസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും ഇംതിസാൽ പറയുന്നു. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തങ്ങളെ എത്രയും വേഗം ഒഴിപ്പിക്കുവാനുള്ള നടപടി ഇന്ത്യൻ സർക്കാർ സ്വീകരിക്കണമെന്നും ഇംതിസാൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല, തങ്ങൾക്ക് നാട്ടിലെത്തണമെന്നും വിദ്യാർത്ഥി പറയുന്നു. കിർമാൻ മേഖലയിൽ നിന്ന് വെടിയൊച്ച കേട്ടതായി കിർമാൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷം MBBS വിദ്യാർത്ഥിയും ജമ്മുകശ്മീരിലെ ശ്രീനഗർ സ്വദേശിയുമായ ഫൈസാൻ നബി പറയുന്നു. ടെഹ്റാനെ അപേക്ഷിച്ച് കിർമാൻ സുരക്ഷിതമായ മേഖലയാണ്. എന്നാൽ വെടിയൊച്ച കേട്ടതോടെ സാഹചര്യം മോശമാണെന്നാണ് കരുതപ്പെടുന്നത്. ടെഹ്റാനിലെ തന്റെ സുഹൃത്തുക്കൾ ഭയന്നിരിക്കുകയാണ്. 3-4 ദിവസങ്ങൾ മാത്രം കുടിക്കുവാനുള്ള വെള്ളം മാത്രമാണ് തങ്ങളുടെ കൈവശമുള്ളതെന്നും ഫൈസാൻ കൂട്ടിച്ചേർത്തു. ആക്രമണം രൂക്ഷമായത് വീട്ടുകാരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട്. ദിവസവും 10ഓളം ഫോൺ കോളുകളാണ് തനിക്ക് ലഭിക്കുന്നത്. ഇന്റർനെറ്റിന് സ്പീഡ് കുറവായതിനാൽ ഒരു മെസ്സേജ് പോലും അയക്കുവാൻ ബുദ്ധിമുട്ടുകയാണ്. ഡോക്ടർ ആകാൻ വേണ്ടിയാണ് തങ്ങൾ ഇവിടെ എത്തിയത്. എന്നാൽ ഇപ്പോൾ തങ്ങൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണെന്നും ഫൈസൽ പറയുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ആദ്യ ദിനം ഭയാനകമായിരുന്നുവെന്ന് 4ാം വർഷ വിദ്യാർത്ഥി ജമ്മുകശ്മീരിലെ സോപോർ സ്വദേശിയുമായ മിഥാദ് പറയുന്നു. തങ്ങൾ താമസിക്കുന്നതിന് കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഫോടനം നടന്നത്. എല്ലാവരും ഭയന്നിരിക്കുകയാണ്. വാർത്തകളിലൂടെയാണ് കാര്യങ്ങൾ അറിയുന്നത്. വീട്ടുകാരും ഭയന്നിരിക്കുകയാണെന്നും മിഥാദ് പറയുന്നു. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യക്കാർക്ക് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആളുകൾ സുരക്ഷിതമായി വീടുകളിൽ തുടരണമെന്ന് എംബസി അധികൃതർ ആവശ്യപ്പെട്ടു. സംഘർഷവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനായി എംബസി അധികൃതർ ടെലഗ്രാമിൽ ഗ്രൂപ്പ് തുടങ്ങുകയും ഇതിന്റെ ലിങ്ക് കൈമാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തിയ 224 പേരെന്നാണ് റിപ്പോർട്ട്. 1277 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ 90%-ലധികവും സാധാരണക്കാരെന്നാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ഖസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാക്കിക്കും ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ജൂൺ 13 മുതൽ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ 14 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.